എല്ലാവർക്കും ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് ഡെയിലി ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ. നമുക്കറിയാവുന്ന സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ വികസിപ്പിച്ചെടുക്കുകയാണ്. പോകാം നമുക്ക് ഇന്നത്തെ സെൻറ്റൻസുകളിലേക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഐദർ ഓർ എന്നതിന് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്ന ആശയമാണ് ലഭിക്കുന്നത്. അതായത് നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമെന്ന് സൂചിപ്പിക്കുവാനാണ് ഐദർ ഓർ ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് തിരഞ്ഞെടുക്ക് അല്ലെങ്കിൽ മറ്റേത് എന്ന് പറയല്ലേ. മനസ്സിലാവുന്നുണ്ടോ? നാം മലയാളത്തിൽ പറയാറില്ലേ, ഒന്നെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാം അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകാം, ഒന്നെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാം അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നെങ്കിൽ ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. ഇങ്ങനെ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നൊക്കെ ആശയം ലഭിക്കുവാൻ വേണ്ടിയാണ് നാം ഐദർ ഓർ ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതൽ സെന്റൻസുകളൂടെ അത് മനസ്സിലാക്കാം. വി ക്യാൻ ഗോ ഐദർ ബൈ ബസ് ഓർ ബൈ ട്രെയിൻ. നമുക്ക് ഒന്നെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം. വി ക്യാൻ ഗോ ഐദർ ബൈ ബസ് ഓർ ബൈ ട്രെയിൻ. നമുക്ക് ഒന്നെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം. വി ക്യാൻ ഗോ ഐദർ ബൈ ബസ് ഓർ ബൈ ട്രെയിൻ. ഐദർ യു കം ഇൻ ഓർ ഗോ ഔട്ട്. ഒന്നെങ്കിൽ നിങ്ങൾ അകത്തേക്ക് വരിക അല്ലെങ്കിൽ പുറത്തു പോവുക. ഐദർ യു കം ഇൻ ഓർ ഗോ ഔട്ട്. ഐദർ യു കം ഇൻ ഓർ ഗോ ഔട്ട്. യു ക്യാൻ ഐദർ സ്റ്റേ ഓർ കം വിത്ത് us. നിങ്ങൾക്ക് ഒന്നെങ്കിൽ താമസിക്കാം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. യു ക്യാൻ ഐദർ സ്റ്റേ ഓർ കം വിത്ത് us. യു ക്യാൻ ഐദർ സ്റ്റേ ഓർ കം വിത്ത് us. ഐദർ യു ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് പ്രോബ്ലം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ അവളാണ് ഈ പ്രശ്നത്തിന് ഉത്തരവാദി. ഐദർ യു ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് പ്രോബ്ലം. ഐദർ യു ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് പ്രോബ്ലം. ഐ വിൽ പേ ദ മണി ഐദർ ദിസ് മന്ത് ഓർ ഇൻ മാർച്ച്. ഞാൻ പണം ഒന്നെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ മാർച്ചിൽ അടയ്ക്കാം. ഐ വിൽ പേ ദ മണി ഐദർ ദിസ് മന്ത് ഓർ ഇൻ മാർച്ച്. ഐ വിൽ പേ ദ മണി ഐദർ ദിസ് മന്ത് ഓർ ഇൻ മാർച്ച്. ഐദർ യു ഓർ ഐ ഷുഡ് ഹെൽപ്പ് ഹിം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിക്കണം. ഐദർ യു ഓർ ഐ ഷുഡ് ഹെൽപ്പ് ഹിം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിക്കണം. ഐദർ യു ഓർ ഐ ഷുഡ് ഹെൽപ്പ് ഹിം. ഐദർ ഓർ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. നൈദർ നോർ എന്നതിന് അതുമില്ല ഇതുമില്ല എന്നുള്ള ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശരിയോ സാധ്യമോ അല്ല അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നടക്കത്തില്ല എന്ന് പറയുവാൻ വേണ്ടിയാണ് നൈദർ നോർ ഉപയോഗിക്കുന്നത്. അതായത് നെഗറ്റീവ് ഊന്നി പറയുവാനോ അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ അവതരിപ്പിക്കാനോ ഉള്ള ഒരു മാർഗമാണ് നൈദർ നോർ. നാം പറയാറില്ലേ, അവൾക്ക് ചായയോ കോഫിയോ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവന് വായിക്കാനോ എഴുതാനോ അറിയില്ല, അവൾ പാടുകയോ നൃത്തം ചെയ്യുകയോ ഇല്ല എന്നൊക്കെ. അതായത് അതും നടക്കത്തില്ല ഇതും നടക്കത്തില്ല, അതും ഇഷ്ടമല്ല ഇതും ഇഷ്ടമില്ല, ആ കഴിവുമില്ല ഈ കഴിവുമില്ല എന്നൊക്കെ പറയാറില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് നാം നൈദർ നോർ ഉപയോഗിക്കുന്നത്. കൂടുതൽ സെന്റൻസുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഷീ ലൈക്സ് neither tea nor coffee. അവൾക്ക് ചായയും കോഫിയും ഇഷ്ടമല്ല. ഷീ ലൈക്സ് neither tea nor coffee. അവൾക്ക് ചായയും കോഫിയും ഇഷ്ടമല്ല. അതായത് അവൾക്ക് ചായയും ഇഷ്ടമല്ല കോഫിയും ഇഷ്ടമല്ല. ഷീ ലൈക്സ് neither tea nor coffee. She neither sings nor dances. She neither sings nor dances. അവൾ പാടുകയോ നൃത്തം ചെയ്യുകയോ ഇല്ല. She neither sings nor dances. അവൾ പാടുകയോ നൃത്തം ചെയ്യുകയോ ഇല്ല. ഷീ neither sings nor dances. She is neither രാധ nor സീത. അവൾ രാധയോ സീതയോ അല്ല. She is neither രാധ nor സീത. അവൾ രാധയോ സീതയോ അല്ല. She is neither രാധ nor സീത. He can neither speak nor write English. He can neither speak nor write English. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ അറിയില്ല. He can neither speak
nor write English. He can neither speak nor write English. She speaks neither Malayalam nor Hindi. She speaks neither Malayalam nor Hindi. അവൾ മലയാളമോ ഹിന്ദിയോ സംസാരിക്കില്ല. She speaks neither മലയാളം nor ഹിന്ദി. അവൾ മലയാളമോ ഹിന്ദിയോ സംസാരിക്കില്ല. She speaks neither മലയാളം nor ഹിന്ദി. neither nor ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഈവൻ എന്ന വാക്കിന്റെ അർത്ഥം പോലും എന്നാണ്. പോലും, അതായത് ഈവൻ മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കൾ പോലും. ഈവൻ മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കൾ പോലും. ഈവൻ ഹിസ് ജോബ്, അവൻ്റെ ജോലി പോലും. ഈവൻ ഹിസ് ജോബ്, അവൻ്റെ ജോലി പോലും. അവൻ്റെ ജോലി പോലും നഷ്ടപ്പെട്ടു. അതെങ്ങനെ പറയാം? ഹി ലോസ്റ്റ് ഈവൻ ഹിസ് ജോബ്. ഹി ലോസ്റ്റ് ഈവൻ ഹിസ് ജോബ്. മനസ്സിലായോ? എൻ്റെ സുഹൃത്തുക്കൾ പോലും എന്നെ കുറ്റപ്പെടുത്തി. അതെങ്ങനെ പറയാം? ഈവൻ മൈ ഫ്രണ്ട്സ് ബ്ലെയിംഡ് മീ. ഈവൻ മൈ ഫ്രണ്ട്സ് ബ്ലെയിംഡ് മീ. ഈവൻ മൈ ഫ്രണ്ട്സ് ബ്ലെയിംഡ് മീ. അവൻ അച്ഛനോട് പോലും അനുസരണക്കേട് കാട്ടുന്നു. ഹി ഡിസൊബേയ്സ് ഈവൻ ഹിസ് ഫാദർ. ഹി ഡിസൊബേയ്സ് ഈവൻ ഹിസ് ഫാദർ. ഹി ഡിസൊബേയ്സ് ഈവൻ ഹിസ് ഫാദർ. ഒരു ഗ്ലാസ് വെള്ളം പോലും അവരെനിക്ക് തന്നില്ല. ചിലവരൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ നമ്മൾ കംപ്ലൈൻ്റ് ഒന്നും പറയണ്ട. പക്ഷെ ആ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ? They didn't give me even a glass of water. They didn't give me even a glass of water. മനസ്സിലായോ? ഈവൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എന്നാണ്. കൂടുതൽ സെൻറ്റൻസുകൾ സ്വയമായി ഉണ്ടാക്കുക. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അതായത് നീ പോവുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, വരികയാണെങ്കിൽ എന്നൊക്കെ, ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ എന്നുള്ളൊരെങ്കിൽ വരുന്നില്ലേ? ആ ഒരു ആശയമാണ് ഈഫ് എന്ന വാക്കിൻ്റെ ആശയം വരുന്നത്. ഫോർ എക്സാമ്പിൾ, നീ പോകുകയാണെങ്കിൽ, ഇഫ് യു ഗോ. ഇഫ് യു ഗോ, നീ പോകുകയാണെങ്കിൽ. ഇഫ് യു ഗോ. നീ പഠിക്കുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി. ഇഫ് യു സ്റ്റഡി. നീ പഠിക്കുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി. അവൻ കഠിനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, അതെങ്ങനെ പറയാം? ഇഫ് ഹി വർക്ക്സ് ഹാർഡ്. അവൻ കഠിനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇഫ് ഹി വർക്ക്സ് ഹാർഡ്. നീ വിളിക്കുകയാണെങ്കിൽ അവൻ വരും. അതെങ്ങനെ പറയാം? ഇഫ് യു കോൾ ഹിം ഹി വിൽ കം. ഇഫ് യു കോൾ ഹിം ഹി വിൽ കം. ഇഫ് യു കോൾ ഹിം ഹി വിൽ കം. എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. ഇഫ് ഐ ഗെറ്റ് മണി ഐ വിൽ ഹെൽപ്പ് യു. ഇഫ് ഐ ഗെറ്റ് മണി ഐ വിൽ ഹെൽപ്പ് യു. ഇഫ് ഐ ഗെറ്റ് മണി ഐ വിൽ ഹെൽപ്പ് യു. അവൾ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അവൾക്ക് ട്രെയിൻ കിട്ടും. അതെങ്ങനെ പറയാം? ഇഫ് ഷീ റൺസ് ഫാസ്റ്റ് ഷീ വിൽ ഗെറ്റ് ദ ട്രെയിൻ. ഇഫ് ഷീ റൺസ് ഫാസ്റ്റ് ഷീ വിൽ ഗെറ്റ് ദ ട്രെയിൻ. അവൾ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അവൾക്ക് ട്രെയിൻ കിട്ടും. ഇഫ് ഷീ റൺസ് ഫാസ്റ്റ് ഷീ വിൽ ഗെറ്റ് ദ ട്രെയിൻ. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? നമുക്ക് കുറച്ച് സെൻറ്റൻസുകളോടെ നോക്കിയാലോ? അവനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കാണുമായിരുന്നു. അതെങ്ങനെ പറയാം? ഇഫ് ഹി വാസ് ദെയർ ഐ വുഡ് മീറ്റ് ഹിം. ഇഫ് ഹി വാസ് ദെയർ ഐ വുഡ് മീറ്റ് ഹിം. ഇഫ് ഹി വാസ് ദെയർ ഐ വുഡ് മീറ്റ് ഹിം. മനസ്സിലായില്ലേ? എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ പൂർത്തിയാക്കും. എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ പൂർത്തിയാക്കും. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഫിനിഷ് ദാറ്റ് ലെറ്റർ. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഫിനിഷ് ദാറ്റ് ലെറ്റർ. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഫിനിഷ് ദാറ്റ് ലെറ്റർ. നീ ആ ഗ്ലാസ് താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോവുമേ. നമ്മൾ ചിലപ്പോൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ, നീ ആ ഗ്ലാസ് താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോകും. അതെങ്ങനെ പറയാം? ഇഫ് യു ഡ്രോപ്പ് ദാറ്റ് ഗ്ലാസ് it will break. If you drop that glass it will break. എന്താ? എളുപ്പമല്ലേ?
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിൽ എന്നുള്ളതാണ്. ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ എന്നൊരു ആശയമാണ് ഈഫ് എന്ന വാക്കിന്. ഈഫ് ഉപയോഗിച്ച് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. മേ ഗോഡ് ബ്ലെസ് യു.